നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi, life easy. കേരള കോൺഗ്രസിലെ അന്തചിത്രങ്ങളിൽ കണ്ണുനട്ട് CPIM. ജോസഫ് വിഭാഗം പുറത്തു വന്നാൽ നിലപാട് അറിയിക്കാമെന്ന് കോടിയേരി. ഉൾപാർട്ടി തർക്കം ഇല്ലെന്ന് KM മാണി. ഇതൊക്കെ വെറും ഭാവന സൃഷ്ടിയാണ്. കേരള കോൺഗ്രസ് ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് പോകുന്നൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. VM സുധീരൻ മത്സരിച്ചേക്കുമെന്ന് ജോസഫ് വാഴക്കൻ. എല്ലാവരുമായും ചർച്ചയ്ക്ക് വാതിൽ തുറന്നിട്ട് BDJS. തന്ത്രം മെനയാൻ BJP RSS സമന്വയ ബൈഠക് ചേർന്നു. കന്നയ്യകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. എല്ലാ കോടതികളിലും അരാജകത്വമില്ല. ജാമ്യം തേടി കന്നയ്യ ദില്ലി ഹൈക്കോടതിയിൽ. ഗീലാനിക്ക് പട്യാല കോടതി ജാമ്യം നിഷേധിച്ചു. വിലക്ക് ലംഘിച്ച് ദില്ലിയിൽ സംഘപരിവാർ അനുകൂല അഭിഭാഷകരുടെ പ്രകടനം. ശ്രീനഗറിൽ അഫ്സൽ ഗുരു അനുകൂലികളും സുരക്ഷാ സേനയും ഏറ്റുമുട്ടി. വിഘടനവാദികൾ IS പാക് പതാകകൾ ഉയർത്തി. ഹരിയാനയിൽ ജാട്ടുകളുടെ സംവരണ പ്രക്ഷോഭം സംഘർഷഭരിതം. മന്ത്രിയുടെ വീടിന് തീയിട്ടു. വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു. സമവായ ഫോർമുല തള്ളി ജാട്ട് നേതാക്കൾ. രാജ്നാഥ് സിംഗ് ഖട്ടാറുമായി ചർച്ച നടത്തി. പത്താൻകോട്ട് ഭീകരാക്രമണ കേസിൽ പാകിസ്ഥാൻ കേസെടുത്തു. FIRൽ ആരുടെയും പേരില്ല. മൗലാന മസൂദ് അസറിനെതിരെ തെളിവ് കിട്ടിയെന്ന് റിപ്പോർട്ട്. മുംബൈ ഭീകരാക്രമണ കേസിൽ ഇന്ത്യൻ സാക്ഷികളെ ഹാജരാക്കാൻ പാക് കോടതിയുടെ ഉത്തരവ്. ജസ്റ്റിസ് ലോധ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ BCCI സുപ്രീം കോടതിയിലേക്ക്. ശുപാർശകൾ അപ്രായോഗികമെന്ന് BCCI. ഛത്തീസ്ഗഡ് ക്രിക്കറ്റ് അസോസിയേഷന് പൂർണ്ണ അംഗത്വം നൽകും. കേരള കോൺഗ്രസിൽ അന്തചിത്രം മൂർച്ഛിക്കുന്നതിനിടെ ജോസഫ് വിഭാഗം പുറത്തു വന്നാൽ CPIM നിലപാട് വ്യക്തമാക്കാമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. എന്നാൽ ഉൾപാർട്ടി തർക്കം ഇല്ലെന്ന് KM മാണി അറിയിച്ചു. ഏറെക്കാലമായി കേരള കോൺഗ്രസിൽ ജോസഫ് വിഭാഗം ഉയർത്തുന്ന പ്രതിഷേധം തെരഞ്ഞെടുപ്പ് ചർച്ച തുടങ്ങിയതോടെ കൂടുതൽ കരുത്താർജിക്കുകയാണ്. ജോസഫ് ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചതോടെ പാർട്ടിയിൽ സീറ്റ് വിഭജനം കീറാമുട്ടിയാകും. എന്നാൽ ജോസഫ് വിഭാഗത്തിലെ കൂടുതൽ നേതാക്കൾക്ക് സീറ്റ് നൽകാൻ മാണി തയ്യാറുമല്ല. ഇതോടെ ഒരു വിഭാഗം നേതാക്കൾ ഇടതുമുന്നണിയിലേക്ക് മടങ്ങണമെന്ന അഭിപ്രായം പ്രകടിപ്പിച്ചു തുടങ്ങി. PJ ജോസഫിന്റെ നിലപാടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ നേതാക്കൾ. എന്നാൽ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന വാർത്തകൾ KM മാണി നിരാകരിച്ചു. കേരള കോൺഗ്രസിനെ തകർക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നും KM മാണി കുറ്റപ്പെടുത്തി. കേരള കോൺഗ്രസ് ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് പോകുന്നൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതിനകത്ത് ആശയക്കുഴപ്പമുണ്ടാകാൻ വേണ്ടി മനഃപൂർവ്വം അധാർമികമായി സൃഷ്ടിക്കുന്ന വ്യാജ പ്രസ്താവന. അതേസമയം കേരള കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. PJ ജോസഫ് ആദ്യം നിലപാട് വ്യക്തമാക്കട്ടെ, അതിനുശേഷം പാർട്ടി അഭിപ്രായം പറയും. കോടിയേരി കൂട്ടിച്ചേർത്തു. ആ കലാപം ഏത് രൂപത്തിലാണ് വളർന്നു വരാൻ പോകുന്നതെന്ന് നോക്കിയിട്ട് നിലപാടെടുക്കാമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് വരുന്നതിന് മുമ്പേ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് അപക്വമായിരിക്കും. അതുകൊണ്ട് സ്ഥിതിഗതികൾ ഉരുത്തിരിഞ്ഞ് വരട്ടെ, അവരുടെ നിലപാടെടുക്കട്ടെ. കേരള കോൺഗ്രസുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന BJP നിലപാട് പാർട്ടിയുടെ പൊതു സ്വീകാര്യതയുടെ തെളിവാണെന്ന് KM മാണി പറഞ്ഞതും ശ്രദ്ധേയമായി. തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ UDF രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത നീക്കങ്ങൾ തള്ളിക്കളയാൻ കഴിയില്ല. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള രാഷ്ട്രീയത്തിൽ പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാകുന്നു. മുന്നണി ബലാബലങ്ങളിൽ മാറ്റം വരുന്നു. ന്യൂസ് ടുഡേ ചർച്ച ചെയ്യുന്നു. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ ജോസഫ് പുതുശ്ശേരി, ശ്രീ A സജീവൻ, ശ്രീ VV രാജേഷ് തുടങ്ങിയവർ ചർച്ചയിൽ. ആദ്യം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. കേരള കോൺഗ്രസിലെ വിഭാഗീയത സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഈ നിരീക്ഷണം മാത്രമേ ഉള്ളൂ? രാഷ്ട്രീയ ഉപചാലകളിലെ സംസാരം ഇതിനോടകം തന്നെ 2-3 തവണ കേരള കോൺഗ്രസിലെ ഒരു വിഭാഗവുമായി CPIM ചർച്ച നടത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ചർച്ചകൾ എന്തെങ്കിലും കർട്ടന് പിന്നിൽ നടക്കുന്നുണ്ടോ? ഒരു ചർച്ചയും നടന്നിട്ടില്ല, നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. UDFിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ്, അത് ജോണി നെല്ലൂർ ഗ്രൂപ്പായാലും മാണി ഗ്രൂപ്പായാലും എല്ലാം അവിടെ തന്നെ നിന്നോട്ടെ. അവരെ നിന്നുകൊണ്ട് മത്സരിക്കുന്നതാണ് അവർക്ക് നല്ലത്. ഇപ്പുറത്തേക്ക് അവരെ ആരെയും ക്ഷണിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച ഇവിടെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ, കോടിയേരി ഒരു കാര്യം പറഞ്ഞില്ല, അവരും ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പുറത്ത് പോകുമെന്ന് പറഞ്ഞ് UDFിൽ വിലവേശാനുള്ളൊരു പണിയാണ്, അല്ലെങ്കിൽ BJPയുമായിട്ട് വിലവേശാനുള്ള മാണിയുടെ തന്ത്രമാണ്. അതൊക്കെ ഒരു വശത്ത് നടന്നോളാം. അതില്ലാതെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വരാൻ പോണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട്. സാഹചര്യങ്ങൾ അവിടേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 83 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ LDFിന് മേൽക്കൈയുണ്ട്, 53 ഉള്ള UDFിന്.
4 BJPക്ക് മുൻതൂക്കം കിട്ടിയ നിയമസഭാ മണ്ഡലങ്ങളുമുണ്ട്. ഇവിടെ നിന്ന് ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ശേഷം മാസങ്ങൾ കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിൽ കണ്ണുള്ളവർക്കൊക്കെ കാണാൻ സാധിക്കും ആർക്കനുകൂലമായി LDF അനുകൂലമായിട്ടാണോ UDF അനുകൂലമായിട്ടാണോ ജനങ്ങളുടെ ചിന്താഗതി മാറിയിട്ടുള്ളത്. അതിനുശേഷം നടക്കുന്ന സംഭവങ്ങൾ, അതിനുശേഷം ഈ ഗവൺമെൻറ്റിനെതിരായി വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ, കോടതികളുടെ വിധികൾ, ഒരു മന്ത്രി പോലും ഇന്ന് വിജിലൻസ് കോടതികളുടെ പരാമർശത്തിന് അന്വേഷണത്തിന് വിധേയനാകാത്ത ഒറ്റ മന്ത്രിയില്ലാത്തൊരവസ്ഥ ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. എത്രയോ ഗവൺമെന്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. തീർച്ചയായും ഇതേപോലെ ഒരു ആക്ഷേപത്തിന് വിധേയമായ അപ്പുറത്ത് നിന്ന് ആരും ഇങ്ങോട്ട് വരേണ്ട കാര്യം ജയിക്കാൻ ഞങ്ങൾക്കില്ല എന്നുള്ളതാണ് CPIM-ന്റെ ആത്മവിശ്വാസം. തുടരുക ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, 15 സീറ്റാണ് കേരള കോൺഗ്രസ് എമ്മിന് ലഭിക്കുക. അതിൽ PJ ജോസഫിനും TU കുരുവിളയ്ക്കും മാത്രമേ ജോസഫ് വിഭാഗത്തിൽ നിന്ന് സീറ്റ് കൊടുക്കുന്നുള്ളൂ എന്ന തീരുമാനം എടുത്തിട്ടുണ്ട് പാർട്ടി എന്നാണ് ഇപ്പോൾ നടക്കുന്ന പിന്നാമ്പുറ വർത്തമാനം. അതിൽ ശരിയുണ്ടാകുമോ? യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വാർത്തയാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. കാരണം കേരള കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇതുവരെ ആലോചിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ആലോചിക്കാൻ പോകുന്നേ ഉള്ളൂ. കഴിഞ്ഞ ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട പാർട്ടി ചെയർമാൻ മാണി സാറിനോട് ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രത്യേക യോഗം വിളിക്കും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇന്ന് പാർട്ടി ചെയർമാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. മുന്നണിയിൽ ചർച്ചയായിട്ടില്ല. അപ്പൊ മുന്നണിയിലും പാർട്ടിയിലും ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഇത്തരത്തിലൊക്കെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അഭ്യൂഹങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇതിന്റെ പിന്നിൽ. ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒരു വാർത്തയ്ക്കും യാതൊരു അടിസ്ഥാനവുമില്ല. പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. അതിന് വ്യത്യസ്തമായി പാർട്ടിയിലെ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അത്ര അഭിപ്രായ പ്രകടനം നടത്തിയെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. ഇല്ല, അങ്ങനെ ആരും അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. പക്ഷേ ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ഒരുപാട് നേതാക്കളുണ്ട്, പക്ഷേ ലഭിക്കുന്ന സീറ്റുകൾ തുച്ഛമാണ് താനും. ഇവിടെ ജോസഫ് വിഭാഗത്തിൽ നിന്ന്, അതായത് നിങ്ങളുടെ പാർട്ടിയിലേക്ക് കഴിഞ്ഞ 4 വർഷം മുൻപ് വന്നു ചേർന്ന വിഭാഗത്തിൽ ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് കൊടുക്കണം, ആന്റണി രാജുവിന് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, ഡോക്ടർ KC ജോസഫിന് കുട്ടനാട് തന്നെ മത്സരിക്കണം എന്ന ആഗ്രഹമുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവരെയൊക്കെ അക്കമഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതിൽ കുറച്ച് ബുദ്ധിമുട്ടില്ലേ? അങ്ങനെ അവസരം കിട്ടാതെ വരുന്ന ആളുകളാണ് അപ്പുറത്തേക്ക് പോകാൻ ചാൻസ് ഉള്ളത്. അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും ഇപ്പം അഭിലാഷ് തന്നെ ബുദ്ധിമുട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അഭിലാഷ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നല്ലേ എന്റെ അർത്ഥം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യോജിപ്പുണ്ടായി. യോജിപ്പുമായി ബന്ധപ്പെട്ട അന്ന് മുന്നണി നേതൃത്വം എടുത്ത നിലപാട് നമുക്കറിയാവുന്നതാണ്. കേരള കോൺഗ്രസ് എം ഈ ജോസഫ് ഗ്രൂപ്പ് വരുന്നതിന് മുമ്പ് കേരള കോൺഗ്രസ് എം UDF-ൽ 11 സീറ്റിൽ മത്സരിച്ച പാർട്ടിയാണ്. ജോസഫ് ഗ്രൂപ്പിന്റെ ആയുള്ള യോജിപ്പിന് ശേഷം 15 സീറ്റുകളാണ് ലഭിച്ചത്. ഇത്തരം കാര്യങ്ങളുണ്ട്. കേരള കോൺഗ്രസിന് അർഹിക്കുന്ന സീറ്റ് ലഭിച്ചില്ല എന്ന പരാതി കേരള കോൺഗ്രസ് അന്ന് ഉന്നയിച്ചതാണ്. ആ കാര്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുകയാണ്. അപ്പുറത്ത് ആ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുമെന്നുള്ളതിനപ്പുറത്ത് ഇത്തരം ആലോചിക്കാത്ത കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ശരി, അങ്ങനെയാണ് അക്കാര്യത്തിലെ പാർട്ടിയുടെ ഔദ്യോഗികമായ വിശദീകരണം. ശ്രീ A സജീവൻ, കേരള കോൺഗ്രസുകൾ ലയിച്ചു എങ്കിലും മുൻപ് ഈ പാർട്ടി 3 പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷനായിട്ട് നിലനിൽക്കുകയായിരുന്നു. അതിൽ PC ജോർജ് പുറത്തുപോയി. ഇപ്പോൾ ജോസഫ് വിഭാഗത്തിലെ ആളുകൾക്ക് ചില എതിരഭിപ്രായങ്ങളുണ്ട്. PJ ജോസഫിന് പക്ഷേ അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും അവരെ ഈ പാർട്ടിയിലും UDF-ലും ഉറച്ചു നിർത്തുന്ന ഘടകം. ജോസഫ് വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ ഇപ്പോഴുള്ള കേരള കോൺഗ്രസ് സംവിധാനത്തിൽ നിന്ന് പുറത്തു വരാനുള്ള സാഹചര്യം താങ്കൾ കാണുന്നുണ്ടോ? അത് നടക്കുമോ? അതിന് സാഹചര്യം ഉണ്ടാവുക LDF-ന്റെ ഭാഗത്തുനിന്നുള്ള എന്ത് പ്രതികരണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും. LDF ഇപ്പോൾ പുറത്ത് പറയും. ആനത്തലവട്ടം പറഞ്ഞതും കോടിയേരി പറഞ്ഞൊക്കെ വെച്ചുകൊണ്ട് അവർ ഒരു ചർച്ചയ്ക്കും തയ്യാറായിട്ടില്ല. അവിടെയുള്ള നീക്കങ്ങൾ എന്തെല്ലാം നോക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പക്ഷേ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. കാരണം ഈ തരത്തിലുള്ള ചില ചർച്ചകളും നീക്കുപോക്കുകളൊക്കെ ഉണ്ടായി എന്നുള്ള വാർത്ത പലയിടത്തും കേട്ടിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും നേരത്തെ PC ജോർജ് പോകുന്ന സമയത്ത് തന്നെ PJ ജോസഫിനെ ഉൾപ്പെടെയുള്ള ആളുകളെ ഒപ്പം കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയിരുന്നു. ആ ഒരു ശ്രമം ഇപ്പോഴും PC ജോർജിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഇന്നലെയും ഇന്നുമുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അപ്പം അതുകൊണ്ട് PJ ജോസഫിനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ പുതുശ്ശേരി ഇവിടെ പറയുമ്പോൾ പോലും ഒറ്റ പാർട്ടിയായിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിനെ അവരിപ്പോഴും കാണുന്നത്, അവരിപ്പോഴും കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായിട്ട് രണ്ട് പാർട്ടികളായി തന്നെയാണ് കാണുന്നത്.
അന്ന് 13-ൽ ഞങ്ങൾ മത്സരിച്ചു. ഇവർ വന്നപ്പോൾ എല്ലാം കൂടി 15 കിട്ടി. കൊടുക്കുകയാണെങ്കിലുള്ള അസൗകര്യങ്ങൾ അറിയാമല്ലോ എന്ന് പറയുമ്പോൾ പല കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന പല നേതാക്കന്മാരെയും ഉൾക്കൊള്ളാൻ, ഒറ്റ പാർട്ടിയായിട്ട് ഉൾക്കൊള്ളാൻ ഇപ്പോഴും മാണി ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നമുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആ പാർട്ടിയുടെ ജോസഫ് ഗ്രൂപ്പിലുള്ള പല ആളുകളും സഹിച്ചു നിൽക്കുന്ന അവരുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് ഈ കൈക്കൂലി പ്രശ്നവും മറ്റ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട്, ബാർക്കോഴ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പാർട്ടിക്ക് ക്ഷീണമുണ്ടായപ്പോഴും ഉറച്ചു നിന്നവരാണ്. അങ്ങനെയുള്ള ആളുകളിൽ 2 പേർക്ക് മാത്രമേ ഇനി സീറ്റ് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ അർഹതയുള്ള പലപ്പോഴും തയ്യാറായി നിൽക്കുന്ന പല ആളുകൾക്കും സീറ്റ് കിട്ടാത്തൊരവസ്ഥ വരും. സ്വാഭാവികമായിട്ട് അവർ മാറി ചിന്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല ആളുകൾ അങ്ങനെ സംസാരിച്ചിട്ടുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് പരസ്യമായിട്ടല്ലെങ്കിലും രഹസ്യമായിട്ടുള്ള ഒരു പച്ചക്കൊടിയുടെ തലപ്പ് കണ്ടാൽ പോലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാർ മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, അങ്ങനെ മറുവശത്തു നിന്ന് ഒരു അനുകൂല സാഹചര്യം ഉണ്ടായാൽ പോകാൻ തയ്യാറായിട്ട് നിങ്ങളുടെ മുന്നണിയിലെ ആളുകളുണ്ട് എന്നാണ് ചില പ്രതികരണങ്ങളെങ്കിലും സൂചിപ്പിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മുന്നണി ശിഥിലീകരിക്കപ്പെടുക എന്ന ഭീഷണി UDF നേരിടുന്നുണ്ടോ? അങ്ങനെ ഒരു ആശങ്കയും കേരളത്തിലെ UDFനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത്തരം ആശങ്കകൾ ഉണ്ട് എന്ന വാർത്തകൾ പല ഘട്ടത്തിൽ വരികയും ആ വാർത്തകളൊക്കെ സത്യവിരുദ്ധമാണ് എന്ന് അതുമായി ബന്ധപ്പെട്ട നേതൃത്വം തന്നെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകേണ്ട സമയമാണ് തെരഞ്ഞെടുപ്പ്. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന നിലയിൽ, സംവിധാനം എന്ന നിലയിൽ സ്വാഭാവികമായി വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഭരണത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ രാഷ്ട്രീയമായ നിലപാടുകളും ഒപ്പം തന്നെ സീറ്റ് വിഭജനത്തെ സംബന്ധിച്ചും ഒക്കെ ഉണ്ടാകും. ആ അഭിപ്രായങ്ങളൊക്കെ തന്നെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി തന്നെ പാർട്ടി നേതൃത്വവും അതത് പാർട്ടി നേതൃത്വവും മുന്നണി നേതൃത്വവും പരിഗണിക്കുകയും ഉഭയകക്ഷി ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കാര്യക്ഷമമായി 5 വർഷക്കാലം ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ആ നേട്ടങ്ങൾ ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് പ്രത്യേകിച്ചും രാജ്യത്ത് നിലനിൽക്കുന്ന മതവർഗീയ തീവ്രവാദ ശക്തികളുടെ സംരക്ഷണം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഏറ്റെടുക്കുന്നു എന്ന് ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ഭയാശങ്കകളിൽ അതിനെ എതിർക്കുവാൻ ശക്തമായ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സംവിധാനമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ട് അതും ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായും മുന്നോട്ട് പോകും. ഈ ഗവൺമെന്റിനെതിരെ ഒട്ടനവധി ആരോപണങ്ങളുടെ പുകമറകൾ സൃഷ്ടിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ആ ആരോപണങ്ങൾ തന്നെ തിരിച്ചടിക്കുന്ന സാഹചര്യം പലപ്പോഴും വരികയും അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ ഇടവരും. ആ നിലയിൽ തന്നെ UDFന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ശരി, അതാണ് കോൺഗ്രസിന്റെ നിലപാട്. ശ്രീ VV രാജേഷ്, BJP ചർച്ചയ്ക്ക് ക്ഷണിച്ചത് സ്വീകാര്യതയുടെ തെളിവായാണ് KM മാണി കാണുന്നത്. കഴിഞ്ഞ ദിവസം കുമ്മനം രാജശേഖരൻ തന്നെ KM മാണി ഇക്കാര്യത്തിൽ മനസ്സ് തുറന്നാൽ ഞങ്ങൾക്ക് സഖ്യത്തിന് വളരെ സ്വാഗതമാണ് എന്ന അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. KM മാണി വരാനുള്ള സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ വസ്തുതാപരമായി ചിന്തിക്കുമ്പോൾ? അഭിലാഷ്, ഞാൻ മറുപടി പറയാം. എനിക്ക് ഈ ചർച്ച കേട്ട സ്ഥിതിക്ക് 1-2 കാര്യങ്ങളൊന്നും സ്പർശിക്കാതെ പോകാൻ സാധിക്കില്ല. ചർച്ച തുടങ്ങിയപ്പോഴേക്കും ബഹുമാനപ്പെട്ട ആനത്തലവട്ടത്തോട് അഭിലാഷ് UDFൽ നിന്നും ആരെങ്കിലും വരാനുണ്ടോ എന്ന തരത്തിലുള്ള ഒരു ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞ സ്ഥലത്തുനിന്നാണ് ഞാൻ ഈ ചർച്ചയിൽ ജോയിൻ ചെയ്തത്. അഭിലാഷ്, ഇനി മുതൽ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവർ ഒന്നാണ്. CPMന്റെ ആനത്തലം വളരെ ബുദ്ധിമുട്ടിയാണ് അവിടെ നിന്ന് ആരും വേണ്ട എന്ന് പറഞ്ഞത്. CPM തന്നെ കോൺഗ്രസുമായി ചേരുവാനുള്ള തീരുമാനം ഇന്നലെ അവർ എടുത്തു കഴിഞ്ഞു. നാളെ രാഹുൽ ഗാന്ധി പശ്ചിമ ബംഗാളിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വിളിച്ചിരിക്കുക ഏത് തരത്തിലാണ് സഖ്യം അവിടെ വർക്ക്ഔട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ LDFും UDFും രണ്ടായിട്ട് നിന്ന് മത്സരിക്കുകയും സമരം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഇന്നലെ വൈകുന്നേരം വരെ. അല്ല, അതൊക്കെ നിങ്ങളുടെ വന്യമായ ആഗ്രഹങ്ങൾ, ഭാവനകളല്ലേ ശ്രീ VV രാജേഷ്? പശ്ചിമ ബംഗാളിലെയും കേരളത്തിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെന്നറിയാം. അവർ ഒരു അടവ് നയം സ്വീകരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വലിയ തോതിൽ ഗുണമുണ്ടാകുമെന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹിക്കാം. അതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, വളരെ ഡെസ്പറേറ്റ് ആയിട്ട് BJP ഇവിടെ സഖ്യകക്ഷികളെ തേടുകയാണോ? KM മാണിക്ക് വേണ്ടി വാതിൽ തുറക്കുന്നു, അതേസമയം തന്നെ നിങ്ങളുടെ ഒപ്പം കൂടും എന്ന് കരുതിയിരുന്ന BDJS അവരുടെ നിലപാട് എല്ലാവരുമായും ചർച്ചയാകാം എന്നുള്ളതാണ് എന്ന് പറയുന്നു. ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുണ്ടോ? അതാണ് എന്റെ ചോദ്യം. 2 മുന്നണിയിൽ നിന്നുമുള്ള ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ ഞങ്ങളുടെ പാർട്ടിയോടൊപ്പം ചേരും എന്നുള്ളതിന്റെ പ്രതീക്ഷ മാത്രമല്ല, തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്.
ഞാൻ ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്തത് ഞാൻ അഭിലാഷിനോട് പറയുന്നു. KM മാണി ഉള്ള കേരള കോൺഗ്രസുമായിട്ട് BJPക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരിക്കില്ല. KM മാണി കളങ്കിതനാണ്. ഇന്ന് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. KM മാണി ഉള്ള കേരള കോൺഗ്രസുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു യോജിപ്പുമില്ല. കേരള കോൺഗ്രസിന്റെ നിരവധി തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, നേതാക്കന്മാരുണ്ട്, നല്ല നല്ല ഒരുപാട് പ്രവർത്തകരുണ്ട്. അവരെ ഞങ്ങൾ ഞങ്ങളുടെ സഖ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2 മാസം മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. ഇവിടെ BDJS അതുപോലുള്ള മറ്റു പല ചെറിയ കക്ഷികളുമായി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP എന്തായാലും തെരഞ്ഞെടുപ്പ് കേരളത്തിൽ പ്രഖ്യാപിക്കുമ്പോഴേക്കും ഈ രൂപത്തിലായിരിക്കില്ല തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത്. കേരളത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാവുന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു ശരി, അതാണ് BJPയുടെ നിലപാട്. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ഇന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കിയ ഒരു കാര്യം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിച്ച് മുന്നണിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അതായത് അവർ കൂടുതൽ സീറ്റ് ചോദിക്കില്ല. UDFനെ സംബന്ധിച്ച് ഇപ്പോൾ RSP കൂടി വന്ന സ്ഥിതിക്ക് സീറ്റുകൾ പിന്നെയും പ്രശ്നമാണ്. കേരള കോൺഗ്രസ് 15-ൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കുക എന്നുള്ളത് ഒരു മര്യാദ ആയിരിക്കില്ല എന്ന ബോധ്യം നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ VV രാജേഷ് പറഞ്ഞു KM മാണിയുള്ള കേരള കോൺഗ്രസ് സ്വീകാര്യമല്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇന്നലെ കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ നടത്തിയ പ്രസ്താവന നമ്മളെല്ലാം കണ്ടതാണ്. ഞാനതിന് മറുപടി നൽകുകയും ചെയ്തു. ഞങ്ങളോടുള്ള പ്രകടിപ്പിച്ച ആഭിമുഖ്യത്തിന് നന്ദി. എന്നാൽ ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ UDFന്റെ ഭാഗമാണ്. അതിനപ്പുറത്തോട് രാഷ്ട്രീയ സഖ്യത്തെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല എന്ന് ഞാൻ ഇന്നലെ ആ കുമ്മനം രാജശേഖരന്റെ പ്രസ്താവന വന്ന ഉടൻ തന്നെ ഞങ്ങളിതിന് മറുപടി പറയുകയുണ്ടായി. ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോ രാജേഷിന്റെ പ്രസ്താവന കാണുമ്പോൾ മുന്തിരിങ്ങ കുടിക്കും എന്ന കുറുക്കന്റെ സൂത്രവാക്യമാണ് നമുക്ക് ഓർക്കാൻ കഴിയുന്നത്. കാരണം തൊട്ട് തലേന്ന് വരെ KM മാണി മനസ്സ് തുറക്കട്ടെ, അപ്പോ സഖ്യത്തെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞ് സഖ്യസാധ്യതകളെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി വെച്ചിട്ട് ഇപ്പൊ ഞങ്ങളത് ഇല്ല, തൽക്കാലം ഞങ്ങളതിനില്ല, ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയപ്പോ ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നതിന്റെ ഒരു രീതിയെ കുറിച്ച് സൂചിപ്പിച്ചു. ശരി, അത് പ്രസക്തമാണ്. ശ്രീ VV രാജേഷ്, അറക്കൽ BVയെ കെട്ടാൻ അരസമ്മതം എന്ന മട്ടിൽ കുമ്മനം രാജശേഖരൻ എല്ലാ വാതിലും തുറന്നിട്ട് ക്ഷണിച്ചതാണ് KM മാണിയെ. അവർ ഞങ്ങൾ എങ്ങോട്ടും ഇല്ല എന്ന് പറയുമ്പോൾ KM മാണി കളങ്കിതനാണ് എന്ന് ഇന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഞങ്ങൾക്ക് KM മാണിയുമായിട്ടുള്ള വിരോധത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നൊക്കെ ഇന്ന് പറഞ്ഞാൽ ആരതിനെ വിലക്കെടുക്കും? അതിനാൽ KM മാണി കളങ്കിതനാണെന്നും അദ്ദേഹം കോഴ വാങ്ങിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നും കേരളം വിശ്വസിക്കുന്നു എന്നും ഞങ്ങൾ ഇന്നല്ലോ പറഞ്ഞത്. ഞങ്ങൾ ഈ ബാർ അഴിമതി വന്നപ്പോൾ ബഡ്ജറ്റിന്റെ കച്ചവടം നടന്ന സമയത്തൊക്കെ തന്നെ പറയുകയും സമരം ചെയ്തിട്ടുള്ളതാണ്. ആ വിഷയത്തിൽ നിന്നും ഞങ്ങൾ യാതൊരു കാരണവശാലും വ്യതിചലിച്ചിട്ടില്ല, വ്യതിചലിക്കുകയുമില്ല. ഞങ്ങൾ കേരള കോൺഗ്രസ് എമ്മുമായിട്ട് സഖ്യമെന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട പുതുശ്ശേരിക്ക് അറിയാമായിരിക്കും. മധ്യ കേരളത്തിലെ കേരള കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി ഉൾപ്പെടെയുള്ള ചില നേതാക്കന്മാർ ഞങ്ങളുടെ പല ജില്ലാ കമ്മിറ്റികളുമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കേരള കോൺഗ്രസിലെ മുഴുവൻ പ്രവർത്തകരോട് ഞങ്ങൾക്ക് എതിർപ്പില്ല, ഞങ്ങൾക്ക് സഹകരിക്കാൻ പറ്റുന്ന മേഖലകളിൽ ഞങ്ങൾ സഹകരിക്കും. പല ക്രൈസ്തവ പുരോഹിതന്മാരും ഞങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് BJPയുമായി സഹകരിക്കാൻ താല്പര്യമുണ്ട്. ഞങ്ങൾ എന്തിനാ വേർത്ത് നിൽക്കുന്നത്? അങ്ങനെയുള്ള മേഖലകളിൽ ഞങ്ങൾ സഹകരിക്കും. അല്ല, അത്ര മാത്രമേ ഉള്ളൂ ശ്രീ VV രാജേഷ്. ജോസ് കെ മാണി കോട്ടയത്ത് നിരാഹാര സമരം നടക്കുമ്പോൾ തന്നെയാണ് ഒരൽപ്പം അനുഭവമുള്ള സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ജോസ് കെ മാണിക്ക് കേന്ദ്രമന്ത്രി പദം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഉപശാല ചർച്ച നടന്നിരുന്നു. എനിക്കതിൻ്റെ വസ്തുതകൾ അറിയില്ല. പക്ഷേ ജോസ് കെ മാണി നിരാഹാര സമരം നടത്തിയപ്പോൾ അനുഭാവപൂർണ്ണമായ ഒരു സമീപനം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായിരുന്നുവല്ലോ. താങ്കൾക്ക് ഇപ്പോൾ എന്തായാലും ഈ ബന്ധം ബ്രേക്കപ്പ് ആകുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ പറയാമല്ലോ എന്തൊക്കെയാണ് നടന്നത് എന്ന്? അല്ല, പുറത്ത് പറയാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഇനി ജോസ് കെ മാണി ഒരു MP ആണ്. ജോസ് കെ മാണി ഒരു MP എന്നുള്ള നിലയ്ക്ക് ഒരു സമരം നടത്തുമ്പോഴേക്കും കേന്ദ്രമന്ത്രിമാർ സംസാരിക്കും. അവർ വയ്ക്കുന്ന ഡിമാൻഡുകൾ, ചർച്ച ചെയ്യേണ്ട ഡിമാൻഡുകൾ അവർ ചർച്ച ചെയ്യും. അതിലപ്പുറം മറ്റൊന്നുമില്ല. ഒരു കേന്ദ്രമന്ത്രിയാകുവാൻ ജോസ് കെ മാണി MP എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിയാകുവാനുള്ള അർഹതയുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ചർച്ചകളൊക്കെ, തുറന്ന ചർച്ചകളൊക്കെ വരുന്ന സമയത്ത് മാത്രമേ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും KM മാണിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിനും BJPയെ കിട്ടിയില്ല. ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചു വന്ന പ്രതിനിധികളുമായി ഞങ്ങൾ പലയിടത്തും ചർച്ച ചെയ്തിട്ടുണ്ട്. ശരി, അതാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കേരള കോൺഗ്രസ് ഒരു പാർട്ടി
അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ കഷ്ണം എന്നുള്ള നിലയിൽ വന്നാൽ LDF എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അവിടെ നിന്ന് നേതാക്കൾ ആരെങ്കിലും വന്നാൽ ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അവസരം ഉണ്ടാകുമോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫിലിപ്പോസ് തോമസ് ഒക്കെ സ്ഥാനാർത്ഥി ആയതുമാതിരി ഇവിടെ ഫ്രാൻസിസ് ജോർജിൻ്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ. പക്ഷേ അദ്ദേഹം ആ നിലപാടെടുക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ മൂവാറ്റുപുഴ സീറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണല്ലോ. കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾക്ക് സ്വീകാര്യരായ ആളുകൾ വന്നാൽ അവരോടുള്ള സമീപനം എന്തായിരിക്കും? അത് ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ 21ാം പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. BJPക്കും കോൺഗ്രസിനും എതിരായി വരുന്ന വ്യക്തികളെയും പുരോഗമന പ്രസ്ഥാനങ്ങളെയും മതേതര ശക്തികളെയും ഒക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതിൽ ഈ പറഞ്ഞ KM മാണിയുടെ കാര്യത്തിൽ ഖണ്ഡിതമായി ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ UDF മന്ത്രിസഭയിലുള്ള അഴിമതി ആരോപണത്തിന് വിധേയമായി കോടതിയിൽ ശിക്ഷിക്കപ്പെടുകയും കോടതിയുടെ പടി കയറി ഇറങ്ങി നടക്കുകയും ചെയ്യുന്ന ഈ ഒരെണ്ണത്തിന് പോലും ഇപ്പുറത്തെടുക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. അല്ലാതുള്ള മതേതര ജനാധിപത്യ പുരോഗമന ചിന്താഗതിക്കാരായ ആളുകൾ അവർ വന്നാൽ അവർക്ക് ഈ മുന്നണി അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുമെന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല 21ാം പാർട്ടി കോൺഗ്രസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല. BJPയും കോൺഗ്രസിനെയും എതിർക്കുന്ന സെറ്റുകൾ. അതാണ് കേരളത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന. അല്ല, അതിൽ വ്യക്തത ആവശ്യമുള്ള ഒരു കാര്യം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, എന്താണെന്ന് വെച്ചാൽ മാണി കോടതിയുടെ വാതിലുകൾ കയറി ഇറങ്ങിയിട്ടേ ഉള്ളൂ. അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അഴിമതി നിരോധന നിയമപ്രകാരം എടുക്കപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ഏക മന്ത്രി R ബാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹം ഇപ്പോൾ നിങ്ങളുടെ പക്ഷത്താണ്. അപ്പോൾ PC ജോർജ്, R ബാലകൃഷ്ണപിള്ള തുടങ്ങിയ ആളുകൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരമുണ്ടാകുമോ? എന്താണ് അവരോടുള്ള ഇടതുമുന്നണിയുടെ സമീപനം? അത് ഇടതുപക്ഷ മുന്നണി തീരുമാനിക്കാം. അവരെ ബാലകൃഷ്ണപിള്ള ഏറെക്കാലങ്ങൾക്ക് മുമ്പ് ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, അതിനുശേഷം ഈ അഴിമതിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനിലും സമരങ്ങളിലും ഒക്കെ ബാലകൃഷ്ണപിള്ള നിൽക്കുന്നുണ്ട്. ബാലകൃഷ്ണപിള്ള ഇവിടെ മുന്നണിയിൽ ഉണ്ടാകുമോ, അദ്ദേഹത്തിന് സ്ഥാനാർത്ഥ്യം കൊടുക്കുമോ എന്ന കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അത് ഇടതുപക്ഷ മുന്നണി തീരുമാനിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന വ്യക്തികളെ ഞങ്ങളുടെ മുന്നണിയിൽ കൊണ്ടുവന്നുകൂടാന്നുള്ള ഖണ്ഡിതമായ നിലപാട് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എൻ്റെ സഹോദരി ഒരു കാര്യം പറയുണ്ടായല്ലോ, 5 വർഷക്കാലത്തെ ജനക്ഷേമ ഭരണം ഉള്ളതുകൊണ്ട് അവർക്ക് ആത്മവിശ്വാസം കൊണ്ട് തിരിച്ചു വരാൻ കഴിയുമെന്ന്. ആത്മവിശ്വാസത്തിൻ്റെ കുറവാണ് ഘടകകക്ഷികൾക്ക്. അതുകൊണ്ടാണ് അവർ ഇതിൽ മുങ്ങുന്നൊരു കപ്പലാണ്, ഇവിടെ നിന്നാൽ രക്ഷയില്ല. ഇനി അധികാരത്തിൽ വരാൻ പോണവരുടെ കൂടെ ചേർന്ന് ഭരണത്തിലെപ്പോഴും പങ്കുപറ്റണമെന്ന് താല്പര്യമുള്ള കക്ഷികൾ ഓരോന്നോരോന്നായി ഇങ്ങനെ ചാടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ജനക്ഷേമപരമായ 5 വർഷക്കാലത്തെ ഭരണം എന്ത് ഭരണമാണ്? റബ്ബർ കൃഷിക്കാരോട് ചോദിച്ചാൽ ഈ ഗവൺമെൻറ് ജനക്ഷേമപരമായ ഭരണം നടത്തിയ ഗവൺമെൻറ് ആണെന്ന് പറയുമോ? അവരെ കഞ്ഞൂടി മുട്ടിച്ചില്ലേ? തീർച്ചയായും അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. പ്രതിപക്ഷം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അതിന്റെ ആനുകൂല്യവും കിട്ടും. തുടരുക. ശ്രീ A സജീവൻ, ഇപ്പോൾ കൂടുതൽ ഭരണത്തിലെത്താൻ സാധ്യതയുള്ള മുന്നണിയായി കാണുന്നത് LDF-നെ ആയതുകൊണ്ട് മറുവശത്ത് നിന്ന് ചില ആളുകൾക്കെങ്കിലും ഇങ്ങോട്ട് വരാനൊരാഗ്രഹം തോന്നുക സ്വാഭാവികമാണ്. പക്ഷേ അവരെയൊക്കെ ഉൾക്കൊള്ളാൻ ഇടതുമുന്നണി തയ്യാറാകുന്ന ഒരു സാഹചര്യം താങ്കൾ കാണുന്നുണ്ടോ? എന്ന് മാത്രമല്ല, ഇപ്പോൾ UDF-ൽ ഇല്ലാത്ത R ബാലകൃഷ്ണപിള്ള, ഗണേഷ് കുമാർ, PC ജോർജ്, അതുപോലെ മുന്നണിയുടെ ഔദ്യോഗികമായ ഭാഗമായിട്ടില്ലാത്ത INL, CMB, JSS ഒരു ഫാക്ഷൻ, ഇവരെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുൻപ് ആരോപണം കേട്ടവരെ അടക്കം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്കൊക്കെ സീറ്റ് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതി ആയിരിക്കും ഇടതുമുന്നണിയുടേത് എന്ന് താങ്കൾക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നിരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായും 2011-ൽ അനാവശ്യമായിട്ടുള്ള പിടിവാശി കാണിച്ചുകൊണ്ടാണ് പലപ്പോഴും വളരെ തെറ്റായിട്ടുള്ള ഇതിലേക്ക് പലപ്പോഴും പോകേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് LDF എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം അവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. പുറത്ത് പറയുന്നില്ലെങ്കിലും, ആനത്തലവട്ടം പോലുള്ള ആളുകളൊന്നും പുറത്ത് പറയുന്നില്ലെങ്കിൽ പോലും ഈ ആളുകളെയൊക്കെ PJ ജോസഫ്, മാണിയെ ഇപ്പോഴവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് തിരിച്ചടിയായിട്ട് മാറും. അതുകൊണ്ട് മാണിയില്ലാത്ത ഒരു കേരള കോൺഗ്രസ്, PJ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും LDF സ്വീകരിക്കും. JDU-നെ സ്വീകരിക്കുമെന്നുള്ള കാര്യം അവർ നേരത്തെ പറഞ്ഞിരുന്നു. JDU-ൽ ഇപ്പോഴും പകുതിയിലേറെ പേരും LDF-ലേക്ക് പോകണമെന്നുള്ള അഭിപ്രായക്കാരാണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. പല ആളുകളും തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അവർ ഒറ്റക്കെട്ടായിട്ട് തീരുമാനം എടുക്കുമ്പോൾ പലപ്പോഴും അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ, പാർട്ടിയിൽ പിളർപ്പുണ്ടാക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവർ മാറാത്തത്. പക്ഷേ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോൾ നേരത്തെ തുടക്കം മുതൽ തന്നെ പുതുച്ചേരി പറഞ്ഞ പോലെ ആ 2 പാർട്ടിയായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. അത് ഒന്നായിട്ടുണ്ട് എന്ന് സാങ്കേതികമായിട്ട് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കേരള കോൺഗ്രസിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും PJ ജോസഫിന് മാത്രമാണ്
വലിയ പ്രശ്നങ്ങളിലേക്ക് ഇനി പോകേണ്ട എന്നുള്ള ഒരു ചെറിയ ഒരു ചാഞ്ചല്യമുള്ളത്. അതല്ലാത്ത ആളുകൾക്കൊക്കെ ഇത് മാറി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്നും മാണി ഗ്രൂപ്പിൽ നിന്നും മാറി നിൽക്കുകയാണ് വേണ്ടതെന്ന അഭിപ്രായക്കാരാണ്. അവർ ഇത് പരമാവധി അതിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് നമ്മളെല്ലാം അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ സ്വീകരിക്കാൻ LDF എന്തായാലും തയ്യാറാകും. അവർ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഇപ്പോഴത്തെ കാര്യത്തിൽ അത്ര സേഫ് ഒന്നുമല്ലല്ലോ. ഈ ഒരു സോളാർ കേസും ഒരു ബാർക്കോഴ കേസും മാത്രം വെച്ചുകൊണ്ടാണ് ഉള്ളത്. മറിച്ച് ഇപ്പുറത്തേക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ നേരിടണമെങ്കിൽ സേഫായിട്ടുള്ള, പ്രത്യേകിച്ച് അപ്പുറത്തെ BJPയെ പോലുള്ള സംഘടനയുണ്ട്, SNDP യോഗത്തിൻ്റെതായിട്ടുള്ള BDJS ഉണ്ട്. ഇവരൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായ 2011 തെരഞ്ഞെടുപ്പിൻ്റെ അതേ രാഷ്ട്രീയ കാലാവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും പോലെ 4 അത് വ്യക്തമാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇവിടെ ഉള്ള പ്രശ്നം ഒന്ന്, ഭരിക്കുന്ന മുന്നണി നേരിടുന്ന ധാരാളമായിട്ടുള്ള ആരോപണങ്ങൾ, ഓരോ 5 വർഷം കൂടുമ്പോഴും ഭരണം മാറുന്ന കേരളത്തിൻ്റെ ശീലം, ഇങ്ങനെയൊക്കെ വെച്ചു നോക്കിയാൽ UDFന് പ്രതികൂലമാണ്. ഇതുവരെ പുറത്തു വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് സർവേയും സൂചിപ്പിക്കുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ മുന്നണിയിലേക്ക് പോകാനുള്ള ആഗ്രഹം നിങ്ങളുടെ മുന്നണിയിലുള്ള ആളുകൾക്ക് തോന്നുന്നതിനെ കുറ്റം പറയാൻ സാധിക്കുകയില്ല. അവരെയൊക്കെ വലക്കണ്ണി പൊട്ടാതെ ചേർത്ത് നിർത്താൻ കഴിയുന്ന എന്ത് മാജിക്കാണ് കൈവശമുള്ളത്? എല്ലാ ഘടകകക്ഷികളുമായും ഉഭയകക്ഷി ചർച്ച നടത്തിയത് കൊണ്ടൊക്കെ അതിനെന്തെങ്കിലും പരിഹാരമാകുന്നുണ്ടോ? ഞങ്ങളുടെ മുന്നണിയിൽ നിന്ന് അപ്പുറത്തെ മുന്നണിയിലേക്ക് ആളുകൾ പോകും, അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകണം എന്ന രീതിയിൽ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ജനതാദൾ യുവിനെ പോലും അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു, ശ്രമങ്ങളൊക്കെ നടത്തിയത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ കേരള കോൺഗ്രസിനെയും വലവീശി പിടിക്കുവാൻ പരമാവധി ശ്രമിച്ചു, അത് നടന്നില്ല എന്ന് കണ്ടു. ഏറ്റവും അവസാനം ജനതാദളിൽ തന്നെ, സോഷ്യലിസ്റ്റ് ജനതയിൽ തന്നെ മാത്യു ടി തോമസും അതുപോലെ തന്നെ CK ഗോപിയും CK നാണുവിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന വിഭാഗത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് യാതൊരു ആശങ്കയുമില്ല. ജനപ്രിയ ഗവൺമെന്റ് അല്ല എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റിന്റെ നയപരിപാടികളെ വിമർശിക്കുവാൻ അല്ലെങ്കിൽ അതിനെതിരെ കൃത്യമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല. തട്ടിപ്പുകാരും കൊലപാതക കേസിലെ പ്രതികളും പറയുന്ന കാര്യങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ ഗവൺമെന്റിനെ ആക്ഷേപിക്കുവാനും അപമാനിക്കുവാനും സമരങ്ങൾ നടത്തുവാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ ജനങ്ങളിൽ സംശയം ഉളവാക്കുവാൻ അത്തരം കാര്യങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തിൽ മുന്നിൽ നിൽക്കുമ്പോഴും അതിനെ അതിജീവിക്കുവാനുള്ള കാര്യങ്ങൾ തീർച്ചയായും ആ കാര്യത്തിൽ ഗവൺമെന്റിനോ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ ഉള്ള പങ്ക് തുലവും തുച്ഛമാണ് എന്ന് ജനങ്ങൾ ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ഈ മധ്യ കേരളത്തിലാണ് കോൺഗ്രസിനും കേരള കോൺഗ്രസിനും ധാരാളം നേതാക്കളുള്ളത്. അവരൊക്കെ അർഹതപ്പെട്ടവരുമാണ്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നുള്ള പ്രശ്നം വരുമ്പോഴാണ് മറ്റ് സാധ്യതകൾ തേടുന്നത്. അത് അവിടെ നിന്ന്, അതായത് LDFൽ നിന്ന് എന്തെങ്കിലും ഒരു ശുഭസൂചന കിട്ടുകയാണ് എങ്കിൽ തടഞ്ഞു നിർത്താൻ പറ്റുന്നതാണോ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ആ തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം പാർട്ടി സീറ്റ് ഉപയോഗ കാര്യങ്ങളെ കുറിച്ച് കടന്നിട്ടില്ല. കാരണം മുന്നണിയിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. മുന്നണി ചർച്ചകൾക്ക് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിലെ ചർച്ചകൾ കടന്നു വരുമ്പോൾ മാത്രമേ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കും. അപ്പം അത്തരം ചർച്ചകൾ പോലും ഉണ്ടായിട്ടില്ല. ചർച്ചകൾ ഉണ്ടാവാതെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചില ധാരണകൾ ഉണ്ടാകണം. അത്തരം കാര്യങ്ങൾ പോലും ഉണ്ടാവാത്ത ഒരു പശ്ചാത്തലത്തിൽ ഇത് അഭ്യൂഹം ഉണ്ടാക്കാൻ വേണ്ടി, ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ബോധപൂർവമായ ഒരു പ്രചരണമാണ്. ആ പ്രചരണത്തിനപ്പുറത്ത് ഇക്കാര്യത്തിലൊന്നുമില്ല. ഈ തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല. പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ബഹുമാനായ ശ്രീ സജീവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു 2 പോകുന്നു എന്ന് പറഞ്ഞു. 2 പോകുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. നേരത്തെ ഉള്ള സീറ്റിനെ സംബന്ധിച്ച് നേരത്തെ കേരള കോൺഗ്രസ് എമ്മും ജെയുമായി പ്രവർത്തിച്ചിരുന്ന കാലത്തെ സീറ്റുകളുടെ ആ യോജിച്ചു വന്ന കാലത്തെ ഒരു ഘടനയെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. യോജിപ്പിന് ശേഷം അർഹമായ ഒരു പ്രാതിനിധ്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. അതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പശ്ചാത്തലം. അതാണ്. അതിനപ്പുറത്ത് എന്തെങ്കിലും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആരെങ്കിലും എങ്ങോട്ടേലും പോകാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ എങ്ങോട്ടേലും നീങ്ങാൻ ശ്രമിക്കുന്നു, ശരി. അതാണ് ശ്രീ VV രാജേഷ്, BJP ഇപ്പോൾ തന്നെ പ്രധാനപ്പെട്ട സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തന്നെ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല എന്നാണോ? BDJS അടക്കമുള്ള ഒരു പാർട്ടിക്ക് വേണ്ടിയും
സീറ്റുകളിൽ ആര് മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ കാത്തു നിൽക്കുന്നില്ല. അഭിലാഷ്, അങ്ങനെയല്ല. ഇപ്പോൾ ഏറെക്കുറെ ഞങ്ങളുമായി ധാരണ ഉണ്ടായിട്ടുള്ള സഖ്യകക്ഷികളുമായൊക്കെ തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുകയാണ്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ BJPക്ക് നല്ല വിജയസാധ്യതയുള്ള സീറ്റുകളിൽ ഞങ്ങൾക്ക് ഏറെക്കുറെ ചർച്ചകൾ വളരെയധികം മുന്നോട്ട് പോയി എന്ന് കരുതി മറ്റുള്ള ആർക്കും ഇവിടെ സ്പേസ് ഇല്ല, അങ്ങനെയൊന്നുള്ള ചർച്ചകൾക്ക് പ്രസക്തിയില്ല. ഞങ്ങൾ 140 നിയോജക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ആരായാലും വിജയിപ്പിക്കുവാൻ തരത്തിലുള്ള സംഘടനാ സംവിധാനവും സംഘടനാ പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഞങ്ങൾ ഒരു ഫൈനൽ പിക്ചറിലേക്ക് എത്തിയിട്ടില്ല. റൈറ്റ്, അതാണ് അക്കാര്യത്തിലെ BJPയുടെ നിലപാട്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, രാഷ്ട്രീയം ഇങ്ങനെ തിളച്ചു മറിയുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന് സ്വാഭാവികമായി കിട്ടുന്ന കുറേ ആനുകൂല്യങ്ങളുണ്ട്. ഈ സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിൽ ധാരാളം അഴിമതി ആരോപണങ്ങൾ ഉണ്ട് താനും. എന്നിട്ടും ഇപ്പോൾ നേരത്തെ ശ്രീമതി ബിന്ദു കൃഷ്ണ സൂചിപ്പിച്ചല്ലോ, വലിയ തോതിൽ ജനതാദൾ യുണൈറ്റഡ് ഇങ്ങോട്ട് വരും എന്ന് ഒരു പ്രതീതി ജനിപ്പിച്ചു. പിണറായി വിജയനാണെങ്കിൽ മറ്റാരെയും പ്രശംസിക്കാത്തതുപോലെ AP വീരേന്ദ്രകുമാറിനെ പൊതുവേദിയിൽ പ്രശംസിക്കുകയുണ്ടായി. വളരെ കാര്യമായി ആ നീക്കം നടന്നതാണ്. പക്ഷേ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ജനതാദൾ യുണൈറ്റഡ് ഈ UDFൽ ഉറച്ചു നിൽക്കുക എന്ന തീരുമാനത്തിലാണ് എത്തിയത്. RSP സമാനമായ സാഹചര്യത്തിൽ ഒരു കോവൂർ കുഞ്ഞുമോൻ രാജിവെച്ചു എന്നതിനപ്പുറത്തൊന്നും സംഭവിച്ചില്ല. മുങ്ങാൻ പോകുന്ന കപ്പലാണ് എന്ന് നിങ്ങൾ UDFനെ കുറിച്ച് പറയുമ്പോഴും അവിടെയുള്ള ആളുകൾ അവിടെ ഉറച്ചു നിൽക്കുകയാണ്. അതല്ലാതെ കടലിലേക്ക് എടുത്തു ചാടാൻ അവർക്കൊരു പ്ലാനുമില്ല. അഭിലാഷേ, അവരെല്ലാം അവിടെ ഉറച്ചു നിന്നപ്പോഴാണല്ലോ ഇപ്പോൾ ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടന്നത്. ആ തിരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ ചെറുതെങ്കിലും കുഞ്ഞുമോനെങ്കിലും ഇപ്പുറത്ത് വരാനായിട്ട് തീരുമാനിച്ചത്. ഈ JDUവും ഈ പറയുന്ന സകലരും കൂടെ അപ്പുറത്ത് നിൽക്കുമ്പോഴാണല്ലോ ഈ തിരഞ്ഞെടുപ്പുണ്ടായത്. അതിന് തൊട്ടൊരു 3-4 മാസത്തിന് മുമ്പാണല്ലോ അരുവിക്കര തിരഞ്ഞെടുപ്പ് ഉണ്ടായത്. അപ്പോഴെന്തൊരു ബഹളമായിരുന്നു ഇവിടെ. ആ അരുവിക്കര മണ്ഡലം ഉൾപ്പെടെയാണ് ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ ഈ അഴിമതി ആരോപണങ്ങൾ മാത്രം അതാണ് നമുക്കൊരു തുറപ്പിച്ചിട്ടെന്നുള്ള ധാരണയൊന്നും വേണ്ട. അഴിമതി ആരോപണങ്ങൾ സോളാറായാലും മദ്യമായാലും അതിനറ്റത്ത് കിടക്കും, അതിൻ്റെ ആക്ഷേപങ്ങളും പ്രചരണങ്ങളും നടക്കും. അതിനപ്പുറം കേരളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇവർ പറഞ്ഞല്ലോ 5 വർഷക്കാലത്ത് ജനക്ഷേമ ഭരണമെന്ന്. ഞാനത് പറഞ്ഞു തുടങ്ങിയപ്പോൾ അഭിലാഷ് ഇടപെട്ട് കിടന്നു. ഏത് ജനവിഭാഗത്തിനാണ് ഈ 5 വർഷത്തെ ഭരണത്തിൻ്റെ പരമായ ഗുണമുണ്ടായത്? തട്ടിപ്പുകാർക്ക്, കരിഞ്ചന്ത കച്ചവടക്കാർക്ക്, അധോലോക സംഘങ്ങൾക്ക്, അല്ലാതെ ഏത് ജനവിഭാഗത്തിന്? ഇവിടെ കേരളത്തിൽ കുറേ തൊഴിലാളികൾ പണിയെടുക്കുന്നവരുണ്ട്. ആ പണിയെടുക്കുന്നവരുടെ വ്യവസായം മുഴുവൻ പോയില്ലേ? കൈത്തറി പോയി, കയറ് പോയി, കശുവണ്ടി ഫാക്ടറി അടച്ചുപൂട്ടി. ആർക്കാ പണിയുള്ളത്? ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നുപോലും നഷ്ടത്തിലില്ലാതെ പ്രവർത്തിപ്പിച്ചതാണ് LDF ഗവൺമെൻറ്. 1476 കോടി രൂപ ലാഭം ഉണ്ടാക്കി. ഇപ്പോൾ 2946 കോടി രൂപ നഷ്ടമാണ്. ചത്തതിനത്താണ് ആ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. തൊഴിൽ രഹിതർ 36 ലക്ഷം പേർക്ക് യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുമെന്നായിരുന്നു കഴിഞ്ഞ മാനിഫെസ്റ്റോയിൽ UDF പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ തൊഴിൽ രഹിതരുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സംഖ്യ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. 36.76 ലക്ഷം പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏത് ചെറുപ്പക്കാരനാണ് നിങ്ങൾ ഇവരെ ജോലി ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞത്? അവർക്ക് കാർഷിക മേഖല നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. നാളികേര കൃഷിക്കാരൻ്റെ ഗതി എന്താ ഗതി? തെങ്ങ് മുറിച്ച് മാറ്റമല്ലാതെ വല്ല രക്ഷയുമുണ്ടോ? അപ്പോൾ നാളികേര കൃഷിക്കാരന് രക്ഷയില്ല, റബ്ബർ കൃഷിക്കാരന് രക്ഷയില്ല, തൊഴിലാളിക്ക് രക്ഷയില്ല, തൊഴിൽ തേടി നടക്കുന്നവന് രക്ഷയില്ല. ആർക്കാണ് രക്ഷയുള്ളത്? സംസ്ഥാന സർക്കാരിനുള്ള ആനത്തലവട്ടം കുറ്റപത്രം. അതിന് ശ്രീമതി ബിന്ദു കൃഷ്ണ മറുപടി പറയുകയും ചെയ്യും. ശ്രീമതി ബിന്ദു കൃഷ്ണ, നാളെ സ്മാർട്ട് സിറ്റിയുടെ ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനമാണ്. മെട്രോ ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി തന്നെ നിർവഹിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയെ മുൻനിർത്തി, ഭരണ നേട്ടങ്ങളെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതാണ്. സ്വാഭാവികമായും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും ഉണ്ടാകണം, ഇതേ മുഖ്യമന്ത്രി തന്നെ. പക്ഷേ എന്നിട്ടും അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള കോൺഫിഡൻസ് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇല്ലാതെ പോകുന്നത്? രമേശ് ചെന്നിത്തലയും VM സുധീരനും ഉമ്മൻചാണ്ടിയും മത്സരിക്കും, പക്ഷേ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവുകയില്ല. ആരെയും മുന്നിൽ നിർത്തി ആയിരിക്കില്ല മത്സരിക്കുക കോൺഗ്രസ് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ മുന്നിൽ നിർത്താൻ പേടി? പേടിയുടെയോ ഭയത്തിൻ്റെയോ കാരണം കൊണ്ടല്ല. കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ കാലത്തെയും നിലപാടും രീതിയും അത് തന്നെയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ ഉത്തരവാദിത്വമാണ് അവരുടെ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ
അനുവർത്തിച്ചു പോകുന്ന നയം എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാർ അവരുടെ അഭിപ്രായം അറിയിക്കുകയും ആ അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിച്ച് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനനുസരിച്ച് കേരളത്തിലെ പാർട്ടി മുന്നോട്ട് പോവുകയുമാണ്. 2016 പൊതു തെരഞ്ഞെടുപ്പിൽ അത് തന്നെ സംഭവിക്കും. അത് മറ്റൊരു തരത്തിലുള്ള ഭയമോ കാര്യമോ ഒന്നുമല്ല. ഇവിടെ ആദരണീയനായ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ ഒരു ജനവിഭാഗത്തിനും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ ഉത്തരം എന്നേക്കാൾ കൂടുതൽ ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന CPM-കാർ ഉൾപ്പെടെയുള്ള ജനങ്ങൾ CPM-നെ ബോധ്യപ്പെടുത്തും എന്നാണ് പ്രധാനമായിട്ട് പറയുവാനുള്ളത്. പരമ്പരാഗത തൊഴിൽ മേഖലകളിലെ വ്യത്യാസവും ബുദ്ധിമുട്ടുകളും നമുക്കെല്ലാവർക്കും അറിയാം. ജനങ്ങൾ ആ തൊഴിൽ മേഖലകളിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്ന കാര്യങ്ങളും നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ പരമ്പരാഗത തൊഴിൽ സാഹചര്യങ്ങളെ നിലനിർത്തുവാൻ വേണ്ടി സാധ്യമായതെല്ലാം ഈ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവരെക്കാൾ ഏറെ അറിയാവുന്നത് തൊഴിലാളികൾ തന്നെയാണ്. അതുപോലെ റബ്ബർ കൃഷിയെ സംബന്ധിച്ചോളം റബ്ബർ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു കാർഷിക വിളയല്ല. അതിന്റെ കച്ചടവും വിലയും ഒക്കെ തന്നെ ദേശീയ അടിസ്ഥാനത്തിൽ, ആഗോള അടിസ്ഥാനത്തിൽ നിലനിൽക്കേണ്ട സാഹചര്യമാണ്. ദേശീയ ഗവൺമെന്റ് വീഴ്ചയാണ് അതിൽ പ്രാധാന്യം എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ അതല്ല എന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹത്തെ പോലുള്ളവർ ശ്രമിക്കുന്നതാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ നേരത്തെ ഞങ്ങൾക്ക് ഇവരെ ആരെയും വേണ്ട എന്ന്. ആദരണീയ ശ്രീ R. ബാലകൃഷ്ണപിള്ള അദ്ദേഹം UDF-ലായിരുന്നപ്പോൾ, അദ്ദേഹത്തിന്റെ മകൻ MLA ആയും മന്ത്രിയായും UDF-ലായിരുന്നപ്പോൾ ശ്രീ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരായിട്ടുള്ള നടപടികൾ കൊണ്ട് 13ാം കേരള നിയമസഭയിലെ ചില സമ്മേളനങ്ങൾ എത്ര ദിവസങ്ങളിലാണ് CPM-ന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം സ്തംഭിപ്പിച്ചിട്ടുള്ളതെന്ന് അവർ മറന്നാലും കേരളത്തിലെ ജനങ്ങൾ മറക്കുകയില്ല. അതുപോലെ തന്നെ ശ്രീ KV ഗണേഷ് കുമാറിനെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബ പ്രശ്നം അടക്കം കേരള നിയമസഭയിൽ ഉന്നയിച്ചുകൊണ്ട് കേരള നിയമസഭ എത്ര തവണയാണ് CPM-ന്റെ നേതൃത്വത്തിൽ സ്തംഭിപ്പിക്കുകയും ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവസരം കൊടുക്കാതെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് നമ്മൾ ആരും മറന്നിട്ടില്ല. എന്നിട്ട് അവർ LDF-ലേക്ക് ചെന്നപ്പോൾ വിശുദ്ധരാവുകയും UDF-ൽ നിൽക്കുന്നവർ മാത്രമാണ് മോശക്കാരാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് കേവലം രാഷ്ട്രീയം മാത്രമാണ് എന്ന്, കേവലമായ രാഷ്ട്രീയം മാത്രമാണെന്ന് ഈ ചർച്ച കേൾക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്രീ A. സജീവൻ, ഇവിടെ കോൺഗ്രസിൽ നിന്ന് വരുന്ന വാർത്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ മാത്രമായി മുന്നിൽ നിർത്തി ഒരു മത്സരം ഉണ്ടാകില്ല, മറിച്ച് 3 പ്രമുഖ നേതാക്കളും മത്സരിക്കും എന്നുള്ളതാണ്. അതായത് ഉമ്മൻചാണ്ടിക്കെതിരെ വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നതാകാം, അതല്ലെങ്കിൽ സാമുദായികമായ ബാലൻസ് ഞങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതാകാം, എന്തുമാകാം. പക്ഷേ കൃത്യമായ ഒരു നായകനില്ലാതെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നുള്ളത് UDF-നെ സംബന്ധിച്ച് നല്ല ഒരു സ്ട്രാറ്റജിയാണോ? അല്ല, ഇത്തവണ AK ആന്റണി പറഞ്ഞനുസരിച്ചാണെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞനുസരിച്ചാണെങ്കിൽ കേരളം കണ്ട ഏറ്റവും മികച്ച ഭരണമാണ് ഇപ്പോഴത്തേതെന്നാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണമാണ് എൻ്റെ ഭരണത്തേക്കാൾ. ഞാൻ 3 തവണ മുഖ്യമന്ത്രി ആയ ആളാണ്, എന്നാൽ പോലും ഞാൻ പറയുന്നു ഇത്രയും നല്ല ഭരണം വേറെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മുഖ്യമന്ത്രിയെ മുൻനിർത്തി തന്നെയല്ലേ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടത്? ഇവിടെ അത് നടന്നില്ല. ബിന്ദു കൃഷ്ണ പറഞ്ഞു കോൺഗ്രസിൻ്റെ രീതി അനുസരിച്ച് ഈ MLA-മാർ, തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ അവരുടെ അഭിപ്രായം പറയും, അതിലെ ഭൂരിപക്ഷ അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിക്കും, ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അറിയിക്കുന്നു. ഇതൊക്കെ ഒരു സ്വപ്നമാണ്. കോൺഗ്രസ്സുകാരുടെ ബിന്ദു കൃഷ്ണയെ പോലെ ആത്മാർത്ഥമായിട്ട് കോൺഗ്രസ് നന്നായിട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു സ്വപ്നം മാത്രമാണത്. ഇക്കാലത്തിന് കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഓരോ ഘട്ടത്തിലും ആരായിരിക്കും ആ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ അറിയാം. ഇവിടെ ഇപ്പോൾ ഇന്ന് ശ്രീ VM സുധീരൻ പറഞ്ഞനുസരിച്ച് ഞാൻ മത്സരിക്കണമെന്നുള്ള കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ്. സ്വാഭാവികമായിട്ട് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. പക്ഷേ അവിടെ പോലും അദ്ദേഹം ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞില്ല. അദ്ദേഹത്തിനും മത്സരിക്കാനുള്ള താല്പര്യമുണ്ട്, അദ്ദേഹം മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉണ്ടാവും, രമേശ് ചെന്നിത്തല ഉണ്ടാവും. ഇവർ 3 പേരും മത്സരരംഗത്തുണ്ടാകുമ്പോൾ കോൺഗ്രസ്സുകാർ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിൽ ആരോ ഒരാളായിരിക്കും മുഖ്യമന്ത്രി. അതല്ലാതെ ഈ ഏറ്റവും നല്ല സൽഭരണം എന്ന് AK ആന്റണി പറഞ്ഞ ഈ സൽഭരണം കാഴ്ചവെച്ച മുഖ്യമന്ത്രിക്ക് അതിനുള്ളൊരവസരം, അതിൻ്റെ ഒരു തുടർച്ച കൊണ്ടുപോകാനുള്ളൊരു അവസരം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് സ്വാഭാവികമായി മറ്റുള്ള ആളുകൾ ചോദിക്കാം. ആ ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. 3 പേരും വരുന്നത്. ഈ 3 പേരുണ്ടാകുമ്പോഴുള്ള പ്രശ്നം എനിക്ക് കിട്ടില്ല, ഞാൻ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയില്ല എന്ന ഒരു സൂചന ഉണ്ടാകുമ്പോൾ കോൺഗ്രസിലെ പാരമ്പര്യമായിട്ട് വന്നിട്ടുള്ള ഈ ഗ്രൂപ്പ് പ്രശ്നമുണ്ടല്ലോ, ആ തല ഉയർത്താൻ സാധ്യതയുണ്ട്.
പണ്ട് കെ മുരളീധരനെ കൊടുവള്ളിയിൽ പിന്നിൽ നിന്ന് കുത്തിയതുപോലെ പല ആളുകളെയും പിന്നിൽ നിന്ന് കുത്തുന്ന അനുഭവം ഉണ്ടാവും. MP വീരേന്ദ്രകുമാറൂടെ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിച്ചുവെന്ന് അദ്ദേഹവും ബാലകൃഷ്ണപിള്ള കമ്മിറ്റിയും കണ്ടെത്തിയതുപോലെ അത്തരം സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. സത്യത്തിൽ ഇവിടെ കേരളത്തിലെ പ്രശ്നം വെച്ചുകൊണ്ട് ഹൈക്കമാൻഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഏത് ഗ്രൂപ്പിനെ പിണക്കിയാലും അവിടെ പാർട്ടിക്കും മുന്നണിക്കും ദോഷകരമായിട്ട് ബാധിക്കും. അങ്ങനെ തൽക്കാലത്തേക്ക് ദോഷമുണ്ടാവാതിരിക്കാൻ ഭരണ തുടർച്ച കിട്ടിയില്ലെങ്കിലും ഉള്ള സീറ്റെങ്കിലും നിലനിർത്താനുള്ള, കിട്ടാവുന്ന പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള, അത് നിലനിർത്താനുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഒഴിവാക്കലായാണ് താങ്കൾ കാണുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അവിടെ കോൺഗ്രസിന്റെ ത്രിമൂർത്തികൾ മത്സരിക്കുമ്പോൾ LDF-നെ സംബന്ധിച്ചും ഇതേ പ്രശ്നമുണ്ട്. VS അച്യുതാനന്ദനും പിണറായി വിജയനും ഒരുമിച്ച് മത്സരിക്കും എന്ന് കേൾക്കുന്നു. ആരാണ് നായകൻ എന്നുള്ള കൺഫ്യൂഷൻ LDF-ലുമുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് അത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. തീർച്ചയായും ശ്രീ ആനത്തലവട്ടം ആനന്ദനോട് ഞാൻ അല്ല, ഇവിടെ LDF-നകത്തൊരു പ്രശ്നവും അത് ഉയർന്നു വരാൻ പോണില്ല. LDF കൂട്ടായിട്ട് ആലോചിക്കും. CPM-ന്റെ നേതാക്കന്മാരെ മത്സരിക്കുന്നതിൽ ആര് മുഖ്യമന്ത്രിയാവണമെന്നുള്ളത് CPM തീരുമാനിക്കും. അതൊന്നും കണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ LDF-ൽ കുഴപ്പമാണ്, അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് മത്സരം ഉണ്ടാവും, അതൊക്കെ ദിവാസ്വപ്നങ്ങളായി മാറാൻ പോവുകയാണ്. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും LDF അധികാരത്തിൽ വരികയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ പറയുകയുണ്ടായി, ഞങ്ങൾ ഇവിടെ പറഞ്ഞു നടക്കും, നിങ്ങൾ ഈ സോളാർ അപമതിക്കപ്പെട്ട ആൾക്കാർ പറയുന്ന ഏറ്റുപറഞ്ഞ് നടക്കുന്നവരാണെന്നൊക്കെ പറയണ്ടല്ലോ. അതെല്ലാം ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാമല്ലോ, അതൊരു വസ്തുതയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതെല്ലാം തുറന്ന ചർച്ചയായി, തുറന്ന പുസ്തകമായി കോടതികളിൽ ഇരിക്കുന്നതാണ്, ദിവസേന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതൊരു വശത്ത്. അതിനേക്കാൾ അപ്പുറമായി ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഈ ഗവൺമെൻറ് വരുത്തിയിട്ടുള്ള നാശം, സർവ്വനാശത്തിലേക്ക് ഈ നാടിനെ നയിക്കുന്ന ഒരു ഭരണമാണ് കൊണ്ടുപോയത്. നമുക്ക് പള്ളിക്കൂടത്തിൽ പോകുന്ന കുട്ടികളുള്ള ഏതെങ്കിലും ഒരു രക്ഷിതാവിന് ഈ ഗവൺമെൻറ് അനുകൂലമായി വോട്ട് ചെയ്യാൻ സാധിക്കുമോ? ആ വർഷം അവസാനമായാലും ഏതെങ്കിലും വർഷം സമയത്ത് പാഠപുസ്തകം അടിച്ചു കൊടുത്തിട്ടുണ്ടോ? ആ പാഠപുസ്തകം അടിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു ഗവൺമെൻറ് ഒരു എഫിഷ്യൻറ്റ് ഗവൺമെൻറ്റാണ്. പരീക്ഷ നാളാവുമ്പോഴത്തേക്ക്, വർഷത്തിൻ്റെ അവസാന ആളാവുമ്പോഴത്തേക്കാണ് അധ്യാപകന്മാരെ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യുക കാശ് വാങ്ങിക്കാൻ വേണ്ടി. ഏതെങ്കിലും വിവേകമുള്ളൊരു ഗവൺമെൻറ് ചെയ്യുന്ന പണിയാണോ അത്? ഇങ്ങനെ വിദ്യാഭ്യാസ രംഗം ആകെ തകർത്ത് തരിപ്പണമാക്കില്ലേ? സ്വാശ്രയ കോളേജുകളുടെ അവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങിയവരുടെ വിദ്യാർത്ഥി 10%, 12% ഒക്കെ ജയിച്ചിറങ്ങുകയാണ്. ആ ജയിച്ചിറങ്ങിയ 1.5 ലക്ഷം എഞ്ചിനീയർമാർ പണിയില്ലാതെ കിടക്കുകയാണ്. ഇപ്പോൾ പഠിക്കാൻ കുട്ടികളെ കിട്ടുന്നില്ല. ആ സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടില്ലേ? ഈ തോറ്റവൻ, ഈ ജയിച്ചവൻ 1 ലക്ഷം രൂപ, എത്ര ലക്ഷമാണ് തോറ്റ് കിടക്കുന്നവൻ? അവനും ഫീസ് മുഴുവൻ കൊടുത്തല്ലോ, സംഭാവന മുഴുവൻ കൊടുത്തല്ലോ, ഇവർക്ക് കാശ് പിരിക്കാനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തല്ലേ? ആ വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞതൊക്കെ മാറ്റിയെടുത്തു. 1 ലക്ഷം ഈ വിവാദങ്ങളും അഴിമതിയും ഒന്നുമില്ല എങ്കിലും ജനങ്ങൾ നേരിട്ട് അനുഭവിച്ച ദുരിതങ്ങൾ കൊണ്ട് തന്നെ ഈ സർക്കാരിനെതിരെ ജനങ്ങൾ വോട്ട് ചെയ്തുകൊള്ളും എന്നുള്ളതാണ് CPM-ന്റെ ആത്മവിശ്വാസം. താങ്കളുടെ മറുപടിയോടെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കണം. അഭിലാഷ്, തീർച്ചയായും ഓരോ കാലഘട്ടത്തിലും പലവിധ പ്രശ്നങ്ങളിൽ നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളും അഭിമുഖീകരിക്കും. പക്ഷെ അങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ ഒരു ഗവൺമെന്റ് എങ്ങനെ സമീപിക്കുന്നു എന്നതിലാണ് വിഷയം. ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി വന്നിട്ടുള്ള ജനകീയ പ്രശ്നങ്ങളിൽ ജനപക്ഷ നിലപാടുകൾ എടുത്തുകൊണ്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന രീതിയിലേക്ക്, വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് പറഞ്ഞല്ലോ, LDF-ന്റെ ഭരണകാലത്ത് എത്രയോ തവണ പാഠപുസ്തകങ്ങളുടെ പ്രശ്നം വന്ന് എത്രയോ സമരങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ നടന്ന എത്രയോ വിദ്യാർത്ഥികൾ തല്ലിച്ചതയ്ക്കപ്പെട്ട സംഭവം നമ്മൾ കണ്ടു. പക്ഷേ ഈ ഗവൺമെന്റ് കാലത്ത്, ഈ കഴിഞ്ഞ അധ്യയന വർഷം തീർച്ചയായും പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ആ പ്രശ്നങ്ങളുണ്ടായി പരിഹരിക്കുവാൻ ഗവൺമെന്റ് കാട്ടിയ ആത്മാർത്ഥത, ആ ആത്മാർത്ഥതയെ ജനം വകവയ്ക്കും എന്ന പ്രതീക്ഷയാണുള്ളത്. എല്ലായിടത്തും കരുതൽ, പ്രത്യേകിച്ചും വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഗവൺമെന്റാണ് അത്താണിയായി എല്ലായിടത്തും എത്തിയിട്ടുള്ളത്. അത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല, ഒന്നും നോക്കിയിട്ടല്ല. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഈ ഗവൺമെന്റിന്റെ സാന്ത്വനം എത്തിയിട്ടില്ലാത്ത ഒരു വീട് പോലും ഉണ്ടാകാത്ത നിലയിലേക്ക് ആ ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സർക്കാരിന്റെ സംബന്ധിച്ചുള്ള ആത്മവിശ്വാസം വളരെ നന്ദി. ശ്രീമതി ബിന്ദുകൃഷ്ണ, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ A. സജീവൻ, ശ്രീ VV രാജേഷ്, ശ്രീ ജോസഫ് M. പുതുശ്ശേരി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതിന്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുന്നണികളിൽ ധ്രുവീകരണ ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ആരൊക്കെയാണ് മറുകണ്ഠം ചാടുക എന്നറിയാൻ കാത്തിരിപ്പ് കുറച്ച് ദിവസങ്ങൾ കൂടി നീളും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും.